മോള് പോകാനിറങ്ങിയോ? ഉവ്വ് ഫാദർ, ഇന്നൊരു പ്രധാന കേസിന്റെ ക്രോസിംഗ് ഉണ്ട്. മോള് പോയിട്ട് വരും. പിന്നെ ഞാൻ ആ ടേബിളിനായിരിക്കും ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, മോള് പോയിട്ട് വാ. മോളെ. എന്താ ഫാദർ? നീ അവനെ കാണണമെങ്കിൽ ഒന്ന് വരാൻ പറ. ഒന്ന് കാണാനാ. ശരി. ദേവസ്യേട്ടാ, ഇന്ന് ഇത്തിരി വൈകിയോ? ഇടയ്ക്കിടയ്ക്ക് ഈ മുങ്ങൽ പതിവാക്കുന്നുണ്ട് അല്ലേ? അത് കുഞ്ഞെ, ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടാ. ശരി. കുഞ്ഞെ, ഫയൽ എടുക്കാൻ മറന്നോ? ഹലോ. ബീന പറയടി. എന്താടി? എടി, ഒരു 15 മിനിറ്റ്. എനിക്ക് മെനൻ സാർ ഈ ഫയലോളൊന്ന് ഏൽപ്പിക്കാനുണ്ട്. എന്നിട്ട് ഞാൻ വരാം. ഓക്കെ. ഇതെന്താടി? എന്നാ പറ്റിയതാ? എടി, ആ മൈക്കിളില്ലേ, ബിൽഡർ, അവൻ്റെ മകനുണ്ടല്ലോ ക്രിസ്റ്റി, അവൻ്റെ വകയാ. എന്തിന്? ഇവൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ അവൻ ആസിഡ് ഒഴിച്ചു. അതിവൻ വീഡിയോ എടുത്തു. ആ പെൺകുച്ചിപ്പോൾ ഹോസ്പിറ്റലാ. അതിനെ ഇവനെ. എന്നിട്ട് ആ വീഡിയോ എവിടെ? അതവൻ കൊണ്ടുപോയി. നിനക്ക് പോലീസ് പറയായിരുന്നില്ലേ? പോലീസൊക്കെ അവന്മാരുടെ ആൾക്കാരാ. നിങ്ങൾ വന്നേ, അത് നീയാണോ തീരുമാനിക്കുന്നേ? പ്ലീസേ, എനിക്ക് ഇവനല്ലേ ഉള്ളൂ. അത് വേണോ? വേണം. ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? ഇവിടെ വേറെ ആർക്കും ജീവിക്കണ്ടേ? നീ വന്നേ. എങ്ങോട്ടാണാവോ? അത് നീ വഴി അറിഞ്ഞോളും. വണ്ടി എടുത്ത് മാറ്റടാ. പോലീസ് സ്റ്റേഷനിലേക്കാണോ? എങ്കിൽ SI ഭാസ്കർ സാറെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ വയ്യാത്ത ഇവനെ കൊണ്ട് അങ്ങോട്ട് പോണോ? സാർ ഇവിടെ വന്ന് കേസെടുക്കും. ഇത് തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ. നിന്റെ ചൂടാറുമ്പോൾ ഞാൻ അതങ്ങ് തന്നേക്കാം. അവളുടെ വീട്ടുകാരൻ ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നീയും ഓക്കെയാണ്. ഓക്കെ? ഇവനോട് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് ഒന്നുകൂടി പറയാം. എന്റെ കാര്യങ്ങളിൽ നീ ഇടപെട്ടാൽ നിന്റെ ഈ ഭംഗിയുള്ള മുഖം ഞാൻ വൃത്തിയേടാക്കും. ക്രിസ്റ്റി, നീ ആ ചാവി അങ്ങ് കൊടുക്ക്. ഇവനെ ഉപദ്രവിച്ച പോലെ ആവില്ല കാര്യങ്ങൾ. ഐ ആം വെയിറ്റിംഗ്. വാടാ. ട്രീസ, ഇതൊന്നും പോലീസുകാരെ കൊണ്ട് തീർപ്പാക്കാൻ പറ്റൂല. നീ അവനെ വിളിക്കേ, ബോസ്കോയെ, നിന്റെ മനുവിനെ വിളിക്കടി. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത്? മാനുവലേ, എന്താടാ? ആ ജോബിയും പിള്ളേരും നിന്റെ പെണ്ണെ ക്ലാസ് വെച്ച് ഉപദ്രവിച്ചെന്ന്. എന്താ കാര്യം? അതറിയില്ല. അവന് കുറച്ച് കൂടുതലാണ് മാനുവലെ. അവന് വെറുതെ വിടരുത്. റീസ, നിന്നെ ആ ജോബി എന്താ ചെയ്തത്? അത് മനു, അവൻ. നീ വന്നേ. മനു വേണ്ട, നിക്ക്. മനു, മനു, വേണ്ട.
ഇതാടാ. നിന്റെയൊക്കെ പിറപ്പുകേട് എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കാണിച്ച നിന്റെയൊക്കെ നെഞ്ചത്ത് തുള വീഴും. മറ്റേ മോനെ. ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഞാൻ പറഞ്ഞില്ലായിരുന്നു നിന്നോട്. കൊള്ളേണ്ടത് കൊണ്ടപ്പോ മതിയായോ നിനക്ക്? ഡാ, നീ എന്തിനാ അവനെങ്ങനെ തല്ലിയേ? പിന്നെ ഞാൻ അവനെ ഉമ്മ വെച്ച് ചോദിക്കണമായിരുന്നോ? ചെയ്തരാ. ഞാനങ്ങനെ ചോദിച്ചതാ, അവൻ തന്നില്ല. നീ നന്നാവില്ലടാ. വന്നേ, വന്ന് വണ്ടി കയറിയേ. നീ പൊക്കോ, ഞാൻ വരാം. വേണ്ട, വന്നേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട്? എന്താ, നിനക്കിവിടെ പിടിക്കില്ലേ? വാ. എന്തിനാ വെറുതെ? മനു, ഇവിടെ നിനക്ക് അന്യമാണോ? ഇവിടെ നിന്നായിരുന്നില്ല നിന്റെ തുടക്കം? ഓ, നീ ഇപ്പൊ വലിയ ബോസ്കോ ബായി ആണല്ലോ. മനു, നിന്നെ നീയാക്കിയ ഒരു വലിയ മനുഷ്യനുണ്ട് ഇവിടെ. പ്രായമായ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോക്കൂടെ? വാ. മനു, മോനെ സുഖല്ലടാ നിനക്ക്? ഞാൻ പോയിട്ട് വരട്ടെ മോളെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കുഞ്ഞെ. ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു ഇവളോട്. എന്താ ഇപ്പോ ഒരു പുതിയ പേരൊക്കെ ഉണ്ടല്ലോ, എന്താ മോളെ? ബോസ്കോ ബായ്. അത് ആളുകൾ ചുമ്മാ ഓരോന്ന് പറയുന്നതാണ് അച്ചോ. ആ, ബോസ്കോ ബായ്. എൻ്റെ ബെന്നിയുടെ മകൻ കാശ് കിട്ടിയാൽ ആളുകളെ തല്ലാൻ മടിയില്ലാത്ത ബോസ്കോ ബായ് ആണല്ലേ? കുഞ്ഞെ, എനിക്ക് പ്രായമായി. നിനക്ക് എന്ത് വേണമെങ്കിലും ആവാം. ആരും നിന്നെ തടയില്ല. ഞാൻ വളർത്തി വലുതാക്കിയ പലരും പല വഴിക്ക് രക്ഷപ്പെട്ടപ്പോൾ ഇവള് മാത്രം എന്നെ വിട്ടുപോയില്ല. ഇവൾക്ക് കൂട്ടിന് നീയെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വല്യപ്പച്ചൻ്റെയും ചിറ്റപ്പൻ്റെയും വഴിയാണ്. നിനക്ക് ഓർമ്മയില്ലേ നിന്റെ വല്യപ്പച്ചൻ ജോണിനെ പണമുണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുകാരുടെയും മന്ത്രിമാരുടെയും കയ്യാളായി നിന്ന് അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടിയപ്പോ അതിലറിയാതെ പെട്ടുപോയത് എന്റെ കുഞ്ഞായിരുന്നു, ബെന്നി, നിന്റെ പപ്പ. അതിന് ജോണിനുണ്ടായ നേട്ടമോ സ്വന്തം കുഞ്ഞിന്റെ മരണമായിരുന്നു. നിന്റെ മമ്മയുടെ ലിസയുടെ മരണശേഷം ജോൺ ഒരു പുതിയ മനുഷ്യനായി തിരിച്ചു വന്നപ്പോഴാണ് നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജോണിനെ അവസാനമായി കാണുന്നത്. ഫാദറോ? ആ, ജോൺ എന്താ ഇവിടെ? ഞാൻ ഡോക്ടർ ഐസക്കിനൊന്ന് കാണാൻ വന്നതാ. നമ്മുടെ ഓർഫനേജിൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഫാദറിനൊന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി? എന്താ കാര്യം? മനു ഇവിടെ? അവൻ വീട്ടിലുണ്ട്. ഫാദർ. എന്താ ജോൺ, എന്തു പറ്റി? ഫാദർ, ഈ ഫയലുകൾ കണ്ടു. എൻ്റെ ആയുസിൻ്റെ സമയം ഡോക്ടർമാർ കുറിച്ച് തന്നതാണ്. ഞാനിനി എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുവരെ എൻ്റെ മനുവിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ജോൺ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നത്? അതെല്ലാം തീരുമാനിക്കുന്നത് അവിടുന്നല്ലേ? അതെ ഫാദർ.
എല്ലാം കർത്താവ് തമ്പുരാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ട്യൂമറിൻ്റെ രൂപത്തിൽ. എൻ്റെ കർത്താവേ, എനിക്കെന്തെങ്കിലും സംഭവിച്ച എൻ്റെ മനു ഫാദറിൻ്റെ തന്നെ സംരക്ഷണയിലായിരിക്കണം. എൻ്റെ വീടും സ്വത്തുക്കളുമെല്ലാം അവനുള്ളതാണ്. അവനെ അന്വേഷിച്ച് ഈ ഭൂമിയിൽ വരാനുള്ളത് എൻ്റെ അനുജൻ സ്റ്റീഫൻ മാത്രമാണ്. അവനിപ്പോൾ ബാംഗ്ലൂർ ജയിലിലാണ്. അവൻ്റെ കൂടെ ഒരിക്കലും ഫാദർ മനുവിനെ അയക്കരുത്. ജോണേ, വരട്ടെ ഫാദർ. നാളത്തെ ക്രിസ്മസ് എനിക്ക് മനുവിൻ്റെ കൂടെ ആഘോഷിക്കണം. ജോൺ സമാധാനമായിട്ട് പോ. എല്ലാം അവൻ കാണുന്നുണ്ട്. എൻ്റെ കർത്താവേ, ജോണിനെക്കാളും മോശമായിരുന്നു സ്റ്റീഫൻ. അന്ന് എന്തോ ഒരു കേസിൽ ബാംഗ്ലൂരിൽ ജയിലിലായിരുന്നു സ്റ്റീഫൻ. അവൻ പുറത്തിറങ്ങുമ്പോൾ നിന്നെ അന്വേഷിച്ചു വരുമെന്ന് ജോൺ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ വന്നില്ല. നിന്നെ അന്വേഷിച്ചപ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ നിന്നെ സംരക്ഷിച്ചത് ഇങ്ങനെയൊക്കെ ആകാനായിരുന്നോ കുഞ്ഞ്? ഫാദർ, അതിന് ഞാൻ പണമുണ്ടാക്കാൻ നീ തേടുന്ന വഴികൾ നാളെ നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ. മറ്റുള്ളവൻ്റെ ജീവന്റെ പേരിൽ കിട്ടുന്ന പണം കൊണ്ട് നേടുന്നതെല്ലാം ആ പണം ഇല്ലാതാകുന്നതുവരെ കൂടെ കാണൂ. മോളെ, നീ അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. ഡാ, അയാൾ ഇനിയും വരുമോ? എന്തിനി? അല്ല, നിന്റെ മേലുള്ള ഒരേ ഒരു അവകാശിയല്ലേ? കോപ്പാണ്. ഞാൻ പോയെന്ന് പറഞ്ഞു. അല്ല, രണ്ടുപേരുടെയും ക്യാരക്ടർ ഒന്നാണല്ലോ. ദേ, നീ എൻ്റെ വായിലിരിക്കുന്നു വല്ലതും കേട്ടു. നീ വണ്ടി എടുത്തേ. പിന്നെ തന്നെ അങ്ങ് പോയാ മതി. കൂടെ ഉണ്ടായിരുന്നല്ലോ കൊറേ കച്ചറകള്, അവരെ വിളിച്ചോ. ആ, ദാ വരുന്നു. പറഞ്ഞ് നാവെടുത്തില്ല. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ബോസ്കോ, പോലീസ്. എന്താ സാറേ ഒരു വഴിതടയിലൊക്കെ? ബോസ്കോ, താനൊന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ സാറേ? എസ് ഐ സാർ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ കാണാനാണോ അതോ? ഡാ നിനക്കൊക്കെ എന്താടാ? സാറ് വിളിച്ചാ വന്നോണം. ഇല്ല, ഇവനെ മാത്രല്ല എല്ലാറ്റിനും കൊണ്ടുപോകും. സാറേ അവര് ചുമ്മാ. ബോസ്കോ, സാറ് പുതിയ ആളാണ്. വന്നില്ലെങ്കിൽ മധു സാർ പറഞ്ഞ പോലെ ആകും കാര്യങ്ങൾ. സാറിൻ്റെ ആഗ്രഹമല്ലേ, വന്നേക്കാം. കയറോ. നീ ആ ട്രീസമ്മേടത്ത് ഒന്ന് വിളി. കഴിവരുടെ മോനെ, എന്റെ കഴിപ്പം തീർത്തടാ. കഴിവരുടെ മോനെ, അന്റെ ഒരു ബോസ്കോ അവിടെ നിൽക്കുന്ന ആരാന്നറിയോ? ആരുടെ മകനെ ഇനി തല്ലിന്ന് എനിക്കറിയടാ. നീ ഒന്ന് ഉണ്ടാക്കുന്ന എനിക്ക് കാണണം. അന്ന റാസ്കൽ, എന്റെ ഒരു ബോസ്കോ. നിന്നെ പോലെയുള്ള റൗഡികളൊന്നും ഭാസ്കറുടെ വായിക്കില്ല. സർ, എന്താ ഇത്? സാർ എന്തിനാ മനുവിനെ അറസ്റ്റ് ചെയ്തേ? മാഡത്തിന് അറിയണോ എന്താണ് കാര്യം എന്നുള്ളത്? ഓ, ഇതാണോ കാരണം? അതാ എന്റെ കയ്യിലിരിപ്പിന് കിട്ടിയതാ. എടി കോപ്പേ, ഇവിടെ കിടന്ന് പടക്കണ്ട. മനസ്സിലായോ? ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോണ്ട്. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാ മതിയോ? മാഡം, ഇത് കോടതിയല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. അത് തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ, അല്ലാതെ ചന്തയല്ലല്ലോ.
സാർ ഇവനെ അടിച്ചതിന്റെ പേരിലാണ് മനുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഒരു കേസ് ഞാനും തരാം. ഒന്ന്, എന്റെ ദേഹത്ത് കൈവച്ചതിന്. വകുപ്പ് സാറിന് അറിയാലോ. പിന്നെതാ ഇവളുടെ അനിയനെ തല്ലിയതിനും അതിനുള്ള കാരണവും കാണിച്ച് ഒരു കേസ് ഞാൻ തരാം, തെളിവോടുകൂടി. എന്നിട്ട് സാറ് തീരുമാനിക്കേ മനു അകത്ത് കിടക്കണോ അതോ ഇവൻ കിടക്കണോന്ന്. സാർ കൊണ്ടുപോടുവനെ. ഇങ്ങോട്ട് വാടാ റാസ്കൾ. എടോ താൻ എന്തിനാടോ അവന് വെറുതെ വിട്ടത്? സാറ് കേട്ടതല്ലേ അവർ പറയുന്നത്? എന്നെ തൊപ്പി തെറിക്കണ കേസാണ്. സാറ് ഇരിക്കേ, അവൻ എന്തേ വഴി ഉണ്ടാക്കാം. ഡാ താനിപ്പോൾ പൊക്കോ, താമസിയാതെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അത് തന്നെയാണ് സാറേ എനിക്കും പറയാനുള്ളത്. ഞാനിപ്പോൾ പോകുന്നു. മനു ഡാ, ഞാൻ കാരണല്ലേ നീ പോലീസുകാരെ തല്ലുകൊണ്ടത്? നിനക്ക് വേദനയില്ലേ? ആണോ? എന്നാ നീ എൻ്റെ വേദന മാറ്റിത്താ. അയ്യടാ, ആ പൂതി മനസ്സിലിരിക്കട്ടെ മോനെ. സണ്ണിച്ചായനോ? ഇത് നമ്മളിവിടെ ഉണ്ടടേ. നീ പോവാണോ? ആ, ഇത് മേനോൻ സാറിന്റെ കാറാ. ഞാൻ പോട്ടെ. ചുമ്മാതല്ല നീ ബാംഗ്ലൂരിലേക്ക് വരാത്തത്. ഇമ്മാതിരി ചുറ്റിക്കളിയൊക്കെ വീട്ടിനകത്ത് കയറിയിട്ട് പോരടി. വെറുതെ നാട്ടുകാരെ കാണിക്കണം. അല്ല, ഈ ചുറ്റിക്കളിയുമായിട്ട് ഇവിടെ അങ്ങ് കൂടിയാൽ മതിയോ? നിന്റെ വല്യപ്പച്ചനായിട്ടുണ്ടാക്കിയതാ എല്ലാം. നീ അവിടെ എവിടെയായിട്ട് ഇല്ലാതാക്കണ്ട. എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹിച്ചതൊന്നും നൽകാതെ എൻ്റെ അപ്പച്ചനെ ഇല്ലാതാക്കിയവരുടേതൊന്നും എനിക്ക് വേണ്ട. ഈ വീട് പോലും തണ്ണിച്ചൻ്റേതായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടെ കയറുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങും. എനിക്ക് എൻ്റെ ക്ലബ്ബ് തന്നെ ധാരാളം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്റെ അപ്പനെ അവരായിട്ടൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എവിടെ ആരോട് പറയാൻ? അതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ തന്നെ ഇവിടെ വെറുതെ വന്നിരിക്കില്ലേ. കുറച്ച് മുട്ടായൊക്കെ വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? കച്ചവടവും ഇല്ല, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടേ, അതിനോണ്ട് വന്നിരിക്കുക. ഒരു നേരം പോക്ക്. ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? ആകെ അതല്ലേ ഉള്ളൂ. ബോസ്കോ ഉണ്ടോ ഇവിടെ? ഇല്ല, മറ്റൊരു 2 പേരുണ്ട്. തീപ്പെട്ടി? തീപ്പെട്ടി ഉണ്ട്. രാജു, എന്താ ബോസ്കനെ അന്വേഷിച്ച ആള് വന്നിട്ടുണ്ട്. ആരാ? സഖാവ് ജോസേ. എടാ ഞാനാ. എന്താ സുഖാവേ? കാര്യം ഉണ്ടടാ. എവിടെ? ആ വക്കീൽ മാഡം വിളിച്ചിട്ട് പോയതാ. അവൻ വന്ന എന്നെ ഒന്ന് കാണാൻ പറ. ഒരു പണിയുണ്ടടാ. ഓക്കെ ഓക്കെ. നിനക്കെന്താ മനു, എപ്പോഴും ഇങ്ങനെ അടിപിടിയായിട്ട് നടന്നാ മതിയോ? ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചത്? അല്ല, ഇത്തിരി നേരം ഒരുമിച്ചിരിക്കാൻ. സണ്ണിച്ചായം പോയോ? പുള്ളി കാലത്ത് പോയി. ശരിക്കും മനുവിന് അവരോടൊക്കെ ദേഷ്യമുണ്ടോ? ആരോട്? വല്യപ്പച്ചനോടും ചിറ്റപ്പനോടൊക്കെ. എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. അവരുടെ അടുത്തേക്ക് പോകാനുള്ള മടി കാരണം പറയുന്നതല്ലേ. അപ്പൊ പിന്നെ അവരുടെ കാശൊന്നും എന്താ വാങ്ങാത്തെ? വാങ്ങിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത്? എൻ്റെ ആവശ്യത്തിന് വാങ്ങിക്കുന്നില്ലെങ്കിലും മറ്റു പലർക്കും അത് കിട്ടുന്നുണ്ട്. പാടിവാ കാറ്റേ, 1000 പൂക്കൾ നുണ്ണിവാ. ആടിവാ കാറ്റേ, പാടിവാ കാറ്റേ. സൈമ, നീ എവിടെയാ? ആ താഴെ കാണും, പപ്പേടൻ്റെ കടയിൽ. കള്ളീൻ്റെ പുറത്താണോടാ ചായ?
ചേട്ടാ ഒരു സിഗരറ്റ് എടുത്തേ. ഒരെണ്ണം മതിയോ? ഒന്നോ രണ്ടോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരാണേട്ടാ ഇവിടെ ഒരു ബോസ്കോ? എന്താണോ ആ കാര്യം? കാര്യമൊക്കെ നേരിട്ട് പറയാനുള്ളതല്ലേ ചേട്ടാ? മക്കളെ നിങ്ങൾ പോവാൻ നോക്കിയേ, ഇത് സ്ഥലം അത്ര നല്ലതല്ല. ഇല്ലെങ്കിൽ അവനെന്നെ ഉണ്ടാക്കൂടാ. ക്രിസ്റ്റിയുടെ നേരത്തെ കൈവച്ചാൽ വെറുതെ ഒന്ന് കടിയടാ. ബോസ്കോ അവിടെ. തട്ടക്കാടാ. ഇവിടെ കളിയിറക്കാനൊന്നും നിങ്ങളായിട്ടില്ല. ഇവന്മാർ ഇത് എവിടെ പോയി കിടക്കണം പോലെ. ഇതാ മുട്ടായി കഴിച്ചോ. ഇതാ വന്നല്ലോ. ആ എന്താ സഖാവ് കാര്യം? വാ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ അംഗവൈകല്യമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനെ കുറിച്ച്. അവിടുത്തെ അവസ്ഥ ഇപ്പോൾ വളരെ മോശം. ഞാൻ സണ്ണിച്ചായനെ വിളിച്ച് സംസാരിക്കാം. നിങ്ങൾ ചെന്നാൽ മതി. പിന്നെ ഞാൻ തന്നതാണെന്ന് ആരോടും പറയരുത്. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ഹായ് റജി, ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. എടോ ഞാനൊരു 6 മാസം വിട്ടു നിൽക്കുമ്പോഴേക്ക് എന്തൊക്കെയോടോ ഇവിടെ കാട്ടിക്കൂട്ടുന്നു. അത് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് അകത്തിന് സംസാരിക്കാം. എന്തൊക്കെയുണ്ട്? ഇരിക്കടാ. പറ, ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എൻ്റെ മകൻ്റെ ഒരു കയ്യബദ്ധം. അതിന്മേൽ തുടങ്ങിയതാ. ഞാനന്ന് പറഞ്ഞില്ലേ, അത് ആ ആസിഡ് വെച്ച പ്രശ്നമല്ലേ? അതെ, അത് തന്നെ. അത് കഴിഞ്ഞതല്ലേ. ഇപ്പൊ എന്താ പ്രശ്നം? ആ പ്രോപ്പർട്ടിയുടെ കാര്യം എന്തായി? അതാ ഇപ്പൊ കുഴപ്പമായിരിക്കുന്നത്. എന്ത് കുഴപ്പം? നമ്മുടെ വസ്തുവിൻ്റെ മുന്നിലുള്ള ആ സ്കൂൾ തന്നെ പ്രശ്നം. ഈടോ താനല്ലേ പറഞ്ഞത് അത് പൊളിച്ച് കളയുന്നു, അവർക്ക് വേറെ സ്ഥലം മേടിച്ചു കൊടുക്കുന്നു. പറഞ്ഞു, പക്ഷെ നടക്കണ്ടേ? എല്ലാത്തിനും കാരണം അവനാ, സഖാവ് ജോസ്. അവനിപ്പോ അത് പുതുക്കി പണിയാ. അവനിതെന്തിന്റെ കേടാന്നറിയില്ല, കണ്ണും ചെവിയില്ലാത്ത പിള്ളേരെ പഠിപ്പിക്കാൻ. അവനാരോ സഹായിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നുള്ള ഫണ്ട് ബ്ലോക്ക് ചെയ്തിട്ടും ഇപ്പൊ അവനത് പൊളിച്ചു കളയാൻ സമ്മതിക്കില്ലാന്ന്. അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് അവനെ ഒന്ന് കാണാം, സഖാവ് ജോസിനെ. അറിയോടോ ജോസെ നിനക്കെന്നെ? അതെന്താ അച്ചായൻ അങ്ങനെ ചോദിക്കുന്നത്? അച്ചായൻ അറിയാത്ത ആരുള്ളത്? എന്നിട്ടാണ് കോപ്പേ ഞങ്ങളുടെ വസ്തുവിന് മുമ്പിൽ മാറാപ്പ് കെട്ടിപ്പോക്കിയത്. ഓ അതോ, അതിവിടെയുള്ള നല്ല മനുഷ്യരുടെ പരിശ്രമത്തിന് ഫലമായി ഉണ്ടായ പൊതുമുതലല്ലേ?
ആയിക്കോ, പക്ഷെ അത് നീ ഞങ്ങളുടെ നെഞ്ചത്ത് വെച്ച് കെട്ടിയാ അറിയാലോ നിനക്ക് തന്നെ. ഒരു പൊതുപ്രവർത്തകന്റെ അന്ത്യയാത്രക്ക് ഞങ്ങളും ഒരു റീത്തുമായി വരേണ്ടി വരും. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴെങ്കിലും പപ്പയുടെയും മമ്മയുടെ അടുത്ത് വരണം തോന്നിയപ്പോൾ എന്നെ കൂടെ കൂട്ടാൻ തോന്നിയല്ലോ. ഇന്ന് പപ്പയുടെ ഓർമ്മ ദിവസമാണ്. പപ്പ കൊല്ലപ്പെട്ട ദിവസം. അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആരൊക്കെ അവരില്ലാതാക്കിയത്? അവരിന്നീ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നുണ്ടാവോ? അതോ നിന്റെ വല്യപ്പച്ചൻ തന്നെയാണോ? അറിയില്ല. ഒന്ന് മാത്രം അറിയാം. അവർ സ്നേഹിച്ചു കൊതി തീരാതെ അകന്നുപോയ 2 പേർ. മനു, ആ ബോസ്കോ, സഖാവ് എന്താ ഇവിടെ? കയറ്, നമുക്കൊരിടം വരെ പോകണം. നിനക്ക് ഗുണമുള്ള കാര്യം. ഇതെന്താ പള്ളിയിൽ പതിവില്ലാതെ? ഇന്ന് പപ്പയുടെ ഓർമ്മ ദിവസമാണ്. ഓ, നീ വണ്ടി കയറി. നീ എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും ചെയ്യണമല്ലോ. ശരി, പോ. ദേ മറക്കാതങ്ങ് വന്നേക്കണ അത്താഴത്തിന്. ഫാദർ പ്രത്യേകം പറഞ്ഞതാ. ആ, വരാം. ആ സോമൻ സാറേ. ആ സഖാവോ, എന്താ ഈ വഴിക്കൊക്കെ? സാറിനെ ഒന്ന് കാണാൻ വന്നാ. ഇതിപ്പോ ആരാ? ഇതെൻ്റെ സുഹൃത്താ മനു. ബോസ്കോ മനു എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടു കാണും. ഇവനെ അല്ല, ഇവൻ്റെ അപ്പനെ. അതറിയാനാ ഞങ്ങളിപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നത്. താൻ പറയുന്നത് എനിക്കങ്ങോട്ട്. സാറ് സർവീസിലുള്ളപ്പോഴാണ് ഒരു ആക്സിഡൻറ്റിൽ ഇവൻ്റെ അപ്പം മരണപ്പെടുന്നത്. എന്തായിരുന്നു ആ ആക്സിഡൻറ്റ്? അത് ആക്സിഡൻ്റ് ആണോ കൊലപാതകമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ സാറിനെ കാണാൻ വന്നത്. മനസ്സിലായില്ല. കുറച്ച് വർഷം പഴക്കമുള്ളതല്ലേ, ഓർമ്മയിലില്ലെങ്കിൽ ഞാൻ പറയാം. മേരി മാതാ ഓർഫനേജിലെ ഒരു അനാഥ പയ്യനായിരുന്നു. പേര് ബെന്നി. ഓ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിൻ്റെ ഈ മുഖം. പക്ഷേ എന്നെക്കൊണ്ട് സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം അന്ന് ആ കേസ് ക്ലോസ് ചെയ്ത SI വിൻസെൻ്റ് സാറ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അന്ന് ക്യാമ്പസിലുണ്ടായിരുന്ന അടിപിടിയിലും ഹർത്താലിലും അറിയാതെ വന്നുപെട്ടതായിരുന്നു ബെന്നി. അതായിരുന്നു പോലീസ് റിപ്പോർട്ട്. തലയിൽ അടിപെട്ട് രക്തം വന്നുള്ള മരണം. പക്ഷേ അന്നത് വിശ്വസിക്കാത്ത ഒരാളുണ്ടായിരുന്നു, ജോൺ സാമുവൽ. നിന്റെ അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? മന്ത്രി പോൾ വർഗീസിൻ്റെ ഗസ്റ്റ് ഹൗസിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന എൻ്റെ സുഹൃത്ത് ഗോപിയേട്ടൻ. ഗോപിയേട്ടനാ അന്ന് എന്നോട് പറഞ്ഞത് ആ സമരം പൊളിക്കാനുള്ള ചർച്ച അന്ന് അവിടെ നടന്നിരുന്നുവെന്ന്. നാളത്തെ സമരം പൊളിക്കണം. പ്രശ്നം ക്യാമ്പസിന് പുറത്തേക്ക് എത്തണം. അത് ഞാൻ ഏറ്റു. അതിനുള്ള പിള്ളേർ എൻ്റെ കയ്യിലുണ്ട്. ഗുഡ്. ബാക്കി പോൾ സാറിൻ്റെ അണികളും എൻ്റെ പിള്ളേർ നോക്കിക്കോളും. താൻ ഉദ്ദേശിക്കുന്നത് ഹർത്താൽ? യെസ്. അതാരൊക്കെയായിരുന്നു? മന്ത്രി പോൾ വർഗീസും ജോണും, റിജി ജോർജ്, പിന്നെ വിശ്വനും. അവരന്ന് ഒരുമിച്ച് കൂടാൻ മാത്രം കാര്യം എന്താ? അതറിയില്ല. അറിയണമെങ്കിൽ വിശ്വനാഥൻ. അയാൾക്കറിയാതിരിക്കില്ല. ബെന്നിയുടെ മരണശേഷം അതേ ഗസ്റ്റ് ഹൗസിൽ റിജിയെയും കൂട്ടരെയും ജോൺ തള്ളിയിട്ടുണ്ട്. അത് ഗോപിയേട്ടൻ കണ്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല സഖാവേ. എന്നാൽ നമുക്ക് പോവാം. ഓ, പോട്ടെ സാറേ. നിനക്കിതെന്തു പറ്റി മനു? വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ആ സഖാവിൻ്റെ ഒപ്പം പോയി വന്നേ പിന്നെ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നു. എന്താ മോനെ, മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് തുറന്നു പറയേ. എൻ്റെ പപ്പയെ ആരാ കൊന്നത്?
ആരൊക്കെ ചേർന്ന. മനു, നീ എന്തൊക്കെ പറയുന്നേ? വേണ്ട, അത് അപകടമാണെന്ന് മാത്രം പറയരുത്. പിന്നെ എൻ്റെ പപ്പയെ കൊന്നവർ ഇന്നും മാന്യന്മാരായി നടക്കുന്നുണ്ട്. ബെന്നിക്ക് അതിന് മാത്രം ശത്രുക്കളുണ്ടായിരുന്നോ ജോണല്ലാതെ? എന്ന് എല്ലാവരെയും ധരിപ്പിക്കാൻ അത് ചെയ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വല്യപ്പച്ചനെ അവിശ്വസിക്കുന്നില്ല. ജോൺ സാമുവൽ നിർത്തിയടത്തുന്നു. ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. റീസ, നമ്മൾ എന്തു പറഞ്ഞാലും അവനെ നഷ്ടപ്പെട്ടത് അവൻ്റെ ജീവിതമല്ലേ. അതിന് കാരണക്കാരായവര് ഒന്നും അറിയാതെ നടക്കുമ്പോൾ അവനെ പോലുള്ളവര് അങ്ങനെയല്ലേ ചിന്തിക്കൂ. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, നിന്നെ അവന് മനസ്സിലാവും. ഇല്ല, അവനിപ്പോ പഴയ മനു അല്ല. നീ പറഞ്ഞ പോലെ ഉള്ളു നിറയെ പപ്പയും അമ്മയും ഇല്ലാതാക്കിയവരോടുള്ള കടുത്ത പകയും കൊണ്ട് നടക്കുന്നവനാ. ഫാദറിന്റെ കാലശേഷം എനിക്ക് അവനെങ്കിലും ഉണ്ടാവുമെന്ന് ചുമ്മാ. നീ ഓരോന്ന് പറയണ്ട, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സാറേ, അവരെത്തി. എന്താ അങ്കിൾ കാണണമെന്ന് പറഞ്ഞത്? പറയാം. ഇതാ മൈക്കിളിന്റെ മകനല്ലേ? അതെ അതെ അതെ. താൻ വാ. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. പഴയൊരു പോലീസുകാരനാണ്. അയാൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, ആരാണ് ഈ ബോസ്കോ? അവനൊരു അലമ്പ് ഗ്യാങ്ങിൻ്റെ ലീഡറാ. എന്താ അങ്കിൾ? അവനെ സൂക്ഷിക്കണം. അവൻ വഴിവെട്ടുന്നത് നിങ്ങൾക്കെതിരെയാണ്. വഴിവെട്ടി അവൻ വന്നു കയറുന്നത് എൻ്റെ മുന്നിലാണെങ്കിൽ അന്നവൻ്റെ അവസാനമായിരുന്നു. അങ്കിൾ പേടിക്കണം, അത് ഞാൻ ഡീൽ ചെയ്തോളാം. എടുക്കടാ, വണ്ടി എടുക്ക. അങ്കിൾ കയറിക്കോ. ആരാടാ അത്? അറിയില്ല സാർ. എന്താ സാറേ, പോവല്ലേ? ആരിത്? ജോസോ? അപ്പൊ താനായിരുന്നു ഇതിന്റെ പിന്നിലല്ലേ? എന്താ, താൻ കളിക്കാൻ ഇറങ്ങിയതാണോ? ഏയ്, സാറിനെ പോലുള്ളവരോട് നമ്മൾ എന്ത് കളിക്കാനാ? പിന്നെ എന്തിനായിരുന്നടോ ഈ നാടകം? ഈ നാടകത്തിന്റെ ഡയറക്ടർ വരുന്നുണ്ട്. ഇവൻ? അതേ വിഷയം സാറേ, നിങ്ങളെല്ലാവരും കൂടി പണ്ട് കൊന്നു തള്ളിയില്ലേ ബെന്നി, അവന്റെ വിത്താ ബോസ്കോ. ഈശ്വൻ സാർ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിപ്പിച്ചതാ. എൻ്റെ പപ്പയെ ഇല്ലാതാക്കാൻ മന്ത്രി പോൾ വർഗീസും നിങ്ങളും ചേർന്ന് പ്ലാൻ ചെയ്തത് എന്തിനായിരുന്നു? പറഞ്ഞോ സാറേ, അതാ നല്ലത്. അത് അന്ന് മരണപ്പെട്ടത് നിന്റെ പപ്പയാണെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ബെന്നിയെ തീർക്കാനല്ല അന്ന് ജോണും ഞാനും പോൾ സാർ പറഞ്ഞിട്ട് വന്നത്. പിന്നെ
പോൾ സാറിൻ്റെ മകൻ റെജി കോളേജിൽ വെച്ചുണ്ടാക്കിയ പ്രശ്നം ഒരു കത്തിക്കുത്തിൽ കലാശിച്ചു. അത് മറക്കാനും അത് വലിയൊരു പ്രശ്നമാക്കി തീർക്കാൻ അന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ജോണായിരുന്നു. എന്നിട്ട് കുത്തിയവനും കുത്തുകൊണ്ടവനും തീർന്നാൽ വിദ്യാർത്ഥി സംഘർഷം മറയാക്കി റെജിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു അവരുടെ പ്ലാൻ. അപ്പൊ പിന്നെ ഇവന്റെ പപ്പ എങ്ങനെ അതിൽ? റെജിക്ക് ഇവന്റെ പപ്പയും ജോണിന്റെ മകൾ ലിസിയുമായുള്ള പ്രണയത്തോടുള്ള പക, അതായിരുന്നു ബെന്നിയെ. അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി അല്ലേ സാർ? റെജിക്ക് വീണ് കിട്ടിയ ഇരയായിരുന്നു എൻ്റെ പപ്പ അല്ലേ? ഞാനും ജോണും അതറിഞ്ഞതല്ല. പിന്നീടത് ജോൺ അറിഞ്ഞപ്പോൾ ലിസിയെ കണ്ട് മാപ്പ് പറയാനും നിന്നെയും അവളെയും കൂടെ കൂട്ടാനും പോയതാ. പക്ഷേ അവൾ ജോണിനെ കാണാൻ പോലും അനുവദിച്ചില്ല. പിന്നെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് റെജിയെയും മൈക്കിളിനെയും ജോൺ തല്ലിയെന്നും കേട്ടു. അത്രയേ എനിക്കറിയൂ. സഖാവേ, അങ്ങേര് പൊക്കോട്ടെ. അപ്പൊ ഇനി ഞാൻ പറയാം. ഡാ പറഞ്ഞതുപോലെ. ഓക്കെ. ഇവൻ ഇതെന്തിൻ്റെ കേടാ ഈ പഴയ കാര്യങ്ങളൊക്കെ തിരക്കി നടക്കുന്നത്? എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ചോദിച്ച അയാൾ എന്ത് പറയാൻ? അന്നത്തെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് കിട്ടിയ വിവരം അയാൾ പറഞ്ഞു കാണും. സംസാരിക്ക്. ഹലോ അങ്കിളെ. ആ ആ ആ കൊള്ളാം. ഏകദേശം അന്വേഷണം വില്ലന്മാരുടെ അടുത്ത് വരെ എത്തി. സാർ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? അയാൾ എന്തറിയാനാണെന്നോ? അറിയേണ്ടതെല്ലാം അവന് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അവൻ വിശ്വൻ അങ്കിളിന്റെ അടുത്ത് എത്തോടോ? വിശ്വൻ സാറിന്റെ അടുത്തോ? ആ, അങ്കിളപ്പ വിളിച്ചേ. അവനെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ടത് അവനെ അല്ല, ഇത്രയും വർഷം പിറകോട്ട് പോയിട്ട് ഇത് ചകഞ്ഞത് അവനല്ല, സഖാവ് ജോസാ. പന്നിക്കത് എന്തിന്റെ കട? അതാ ഞാൻ പറഞ്ഞത്, അവനെ വിടരുതെന്ന്. ലക്ഷ്മി, ലക്ഷ്മി. അമ്മ ഇവിടെ ഇല്ല. നീ എപ്പോ വന്നു? ഞാൻ കാലത്ത്. ഞാനിപ്പോൾ വരാം. നീ അവിടെ നിന്നേ. ആ ബോസ്കോൻ്റെ കൂടെ കണ്ടണം കറങ്ങിടന്ന് ചീത്തപ്പേരുണ്ടാക്കാൻ നിൽക്കണ്ട. അവന് മേലും കീഴും നോക്കാനില്ലാത്തവനാ. അതിന് ഞാൻ എവിടെയും പോയില്ല. പിന്നെ എന്തിനാണ് നീ രാത്രി വീട്ടിൽ വരാതെ കറങ്ങി കിടക്കുന്നത്? അവൻ്റെ ഒരു ബോസ്കോ. എന്താ രാഘവേട്ടാ പ്രശ്നം? പ്രശ്നം അവനോട് ചോദിക്ക്. നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതിന് വളം വെച്ചു കൊടുക്കുന്നത്? പിള്ളേർ തുടങ്ങിയൊരു ക്ലബ്ബാണ്, അലമ്പാണെന്ന് പറഞ്ഞ് ആ ബോസ്കോനെ കയറ്റി അവിടെ പാർപ്പിച്ച്. നിങ്ങളൊക്കെ തന്നെയല്ലേ? ഇപ്പം എന്തായി? അത് കൊട്ടേഷൻ ക്ലബ്ബാന്നാ നാട്ടുകാർ പറയുന്നത്. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, ബോസ്കോയെ രാഘവേട്ടനെ അറിയില്ല. വാടാ, നീ വാ. അവരൊരു ബോസ്കോ. പോയിക്കോ പോയിക്കോ. വെറുതെ എവിടെ പോയി കിടക്കുക. ലക്ഷ്മിയെ, എടാ ഇനിയിപ്പോൾ അവൻ വരാൻ വൈകുമായിരിക്കൂലേ?
ഞാൻ ഇറങ്ങാം. അവൻ വന്നാൽ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ഇപ്പൊ തന്നെ പോണോ അച്ചായ? പോട്ടടാ, മണി 11 പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെടാ. ആ ജോസേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ, നിന്റെ ബോസ്കോക്കുള്ള ഞാൻ വേറെ വെച്ചിട്ടില്ല. അവനാ ആ റെജി പോൾ. രണ്ടുപേരും ഫോട്ടിൽ തന്നെ. ഒന്നും പറയാറായിട്ടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ബോസ്കോ, തൃപ്തിയായില്ലടാ നിനക്ക്? കൂടെ കൊണ്ടത് കൊന്നു കളഞ്ഞു. വയസ്സാം കാലത്ത് എനിക്ക് കൊള്ളി വെക്കാണ്ടായി ഏക ആന്തരിയല്ലായിരുന്നടാ. മനു, നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? ഞാൻ കാരണമല്ല, എൻ്റെ കൈകളും നഷ്ടപ്പെട്ട പോലെ. മനു, നീ എന്തൊക്കെ ഈ പറയുന്നേ? മോളെ, ആ ജോസ് കണ്ണു തുറന്നു. ആ ബോസ്കോ, ഇപ്പൊ എങ്ങനെയുണ്ട്? വാ, ഒന്ന് വണ്ടി കയറ്. എന്താ സാറേ കാര്യം? കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സർ, എന്താ ഇത്? നോ മാഡം, മാഡം സംസാരിക്കരുത്. ഇത് മുന്നത്തെ പോലെയല്ല, സംഗതി കൊലപാതകമാണ്. ട്രീസ, വേണ്ട, ഞാൻ പോയിട്ട് വരാം. അതാണ്. വാ, വണ്ടി കയറ്റടോ. ഓക്കെ സാർ, വേടാ കയറാൻ കൊണ്ട് അങ്ങോട്ട് കയറിയിട്ടാ. ഇനിയിപ്പോ നമുക്ക് അച്ഛനെ വിളിച്ചാലോ? ആ, എന്താ ഫാദറോടെ? സാറേ, സാറ് മനുവിനെ പിടിച്ചു കൊണ്ടുവന്നെന്ന് അറിഞ്ഞു. സാറിന് തോന്നുന്നുണ്ടോ അവനത് ചെയ്യുമെന്ന്?
മനു? ഏത് മനു? അത് സാറിന് ഞാൻ വ്യക്താക്കി തരണോ? സാറ് കുറച്ചു മുമ്പ് ഇവരുടെ വീട്ടിൽ വെച്ച് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തില്ലേ? അവൻ്റെ കാര്യമാണ് ചോദിച്ചത്. ഓ, ബോസ്കോ. അങ്ങനെ പറ. ക്രിമിനൽസിലൊന്നും ഓമന പേരിട്ട് വിളിക്കല്ല വക്കീലേ. സാറിനോട് ആരാ പറഞ്ഞത് അവൻ ക്രിമിനലാണെന്ന്? അവൻ്റെ പേരിൽ ഈ സ്റ്റേഷനിൽ എത്ര കേസുണ്ട്? അതങ്ങനെയല്ലേ വരൂ സാർ. അവനെപ്പോലെയുള്ളവർക്കെതിരെ ആര് കേസ് കൊടുക്കാനാ? അപ്പൊ കേസ് ഉണ്ടാക്കാനാണോ സാർ അവനിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? സാറേ, ഞാൻ അവനെ ജാമ്യത്തിലെടുക്കാനാണ് വന്നത്. ജോസിൻ്റെ മൊഴിയുണ്ടല്ലോ, അവനല്ല അത് ചെയ്തതെന്ന്. ഓ, അതിന് ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. എന്താ സാറേ, ഇവരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ സാർ അവനെ കൊണ്ടുപോയത്? അതപ്പോ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ അവനെ വിടുകയും ചെയ്തു. ഓ, ഫാദറിന് സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കൂ. ശരി, ഓക്കെ, നോക്കാം. എന്തായടോ കാര്യങ്ങൾ? കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അത് മതി, ബാക്കി നമ്മളെ പിള്ളേര് ചെയ്തോളൂ. സമാധാനിക്കാൻ വരട്ടെ 3 പേരും. ആ സഖാവ് ജോസ് ചത്തിട്ടില്ല. ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. പിന്നെ പണ്ടത്തെ പോലെ പ്രതികരണശേഷിയില്ലാത്ത അവൻ്റെ തന്തയെ പോലെയല്ല ബോസ്കോ. യെസ്, വെരി ഡേഞ്ചറസ് മാൻ ബോസ്കോ. എന്തോന്ന് ഡേഞ്ചറസ്? അവനല്ലേ നമ്മുടെ കസ്റ്റഡിയിൽ. തല്ലിപ്പോ ഹതം വരുത്തി കാണും നമ്മുടെ പിള്ളേർ. അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് താൻ പൊക്കോ. തനിക്ക് വേണ്ട തൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എത്തിയിരിക്കും. ഓക്കെ. ഇതാണോ സാർ തിരയുന്നത്? താനാരാ? സാറ് പേടിച്ചു പോയോ? ഞാൻ സ്റ്റീഫൻ ആൽബർട്ട്. സാറിന്ന് കാലത്ത് പിടിച്ചോണ്ട് പോയില്ലേ ബോസ്കോ, അവൻ്റെ ചിറ്റപ്പൻ. തനിക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതെന്നാണ് തനിക്കറിയാം. എവിടെയാടാ എൻ്റെ ചെറുക്കൻ? എനിക്കറിയില്ല. പറയടാ, എവിടെയുണ്ടാവാൻ? അവനവർ കൊണ്ടുപോയി. ആര്? ആ രജു പറഞ്ഞ പിള്ളേര്. അവരെവിടേക്കാണ് കൊണ്ടുപോയത്? അതെനിക്കറിയില്ല. ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നീ ബോസ്കോയുടെ കാര്യങ്ങൾ ഇടപെട്ടാൽ പെൻഷൻ വാങ്ങാൻ പോലും നീ ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? ജോണല്ല, സ്റ്റീഫൻ ആൽബർട്ട്. ഞാൻ സ്റ്റീഫൻ. അറിയാം. കഴിഞ്ഞ 12 മണിക്കൂറായി ഞാൻ എൻ്റെ ചെറുക്കനെ തിരയുന്നു. പണ്ടെൻ്റെ ചേട്ടായിയോട് കാണിച്ച ചെറ്റത്തരം ഇനി നീ കാണിച്ചാൽ
അതൊക്കെ അന്ന് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. മറുവശത്ത് തന്നെ പോലെയുള്ളവരാകുമ്പോൾ ബുദ്ധിയോടെ കളിക്കണ്ടേ? നീ കളിച്ചോ, പക്ഷേ അതെൻ്റെ ചോര കൊണ്ട് വേണ്ടെന്നാ പറഞ്ഞത്. ആർപി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ. അവനെ അങ്ങ് തീർക്കുന്നതല്ലേ നല്ലത്. ഈ ശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കുഞ്ഞെ. സ്റ്റീഫൻ അല്ലയോ? അതെ. താനിവിടെ? 2 ദിവസമായി ഞാൻ ഈ സിറ്റിയിലുണ്ട് അച്ചോ. ചില കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനുവിനെക്കുറിച്ച്. എന്നോടോ ഇവളോടോ പറയാതെ അവൻ എങ്ങും പോവില്ല. ഫാദർ പേടിക്കണ്ട, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയൊന്ന് വന്നേ. എന്താ? മനു പോകാറുള്ള സ്ഥലങ്ങളെക്കുറിച്ച് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ഇനി റെജി ഇപ്പോഴും കൂട്ടരും? അങ്ങനെ ആണെങ്കിൽ തന്നെ അവരുടെ കുഴിമാടം അവർ തന്നെ തോണ്ടിയതാന്ന് കരുതിയാൽ മതി. രാജുവിനെയും സൈമണേയും കൊന്നത് അവരാണെങ്കിൽ അവരുടെ ഗ്യാങ് ലീഡറാ ബോസ്കോ. അവരുടെ മരണത്തിന്റെ കണക്ക് തീർത്തിട്ടേ ബോസ്കോ തിരിച്ചു വരും. സാറ് പേടിക്കണ്ട, ബോസ്കോയെ ഒരുത്തനും ഒന്നും ചെയ്യില്ല. ശരി ഫാദർ. ജോർജേ, ആ സ്റ്റീഫന്റെ കയ്യിൽ അവനെ കിട്ടരുത്. റെജി ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് സംസാരിക്കാം. അല്ലെങ്കിലും അവൻ്റെ കയ്യിലൊന്നും അവനെ കിട്ടാൻ പോകുന്നില്ല. അവനെ ഇപ്പോൾ വല്ല കാട്ടിലോ കടലോ എറിഞ്ഞു കാണും. നിന്റെ കൂട്ടുകാരെ തീർത്തത് ഞാൻ തന്നെടാ. ബാധിച്ചത്ത നിന്നെ അവർക്കടുത്തേക്ക് ഞാൻ പറഞ്ഞേക്കാം. ആടാ.
വാടാ. താൻ എവിടെയാ? എന്നിട്ട് അവൻ രക്ഷപ്പെട്ടുവെന്ന്, മൈക്കിളിനെ അവൻ തീർത്തുവെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. വേണ്ട വേണ്ട മോനെ വേണ്ട. ജോർജ്, എടാ ജോർജ്, ജോർജ്, നിന്റെ അപ്പനെ തീർത്ത കയ്യടാ ഇത്. ഇതുകൊണ്ട് തീരാനടാ നിന്റെയും യോഗം. Bastard! ഫാദർ, എന്താ മോളെ? മനു, നീ? ഞാൻ എൻ്റെ സൈമനെയും രാജുവിനെയും എൻ്റെ പപ്പയെയും തീർത്തവരെ
ഞാനും. മനു എന്താ മനു, നീ? എന്താ എന്റെ കർത്താവേ? ഫാദർ എന്നോട് പൊറുക്കണം. ഇവനെ ഞാനിവിടെ നിർത്തുന്നു. മോനെ മനു, അതിന് ഇവൻ ആരാ? റെയിൽവേക്കടുത്തുള്ള കോട്ടേഴ്സ് എന്റെ മോന്റെ പേരെന്താ? വിൽസൺ. എൻ്റെ പാപങ്ങളുടെ കറയകറ്റാൻ ഞാനെടുത്ത ആയുധം നാളെ ഇവനും എടുക്കാതിരിക്കട്ടെ. മനു, ഞാൻ വരും. കർത്താവേ കാത്തോടനെ. സ്റ്റീഫൻ, വരൂ, ഇനി ഇവിടെ നിൽക്കണ്ട, വാ. Ha 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 ha.